പല സമയത്തും എന്നെക്കൊണ്ട് ഇതിന് പറ്റില്ല, ഐ ആം നോട്ട് ബിൽറ്റ് ഫോർ ദിസ്, പ്രിപ്പറേഷൻ കൊണ്ട് എന്താണ് ഗുണം എന്നൊക്കെ വിചാരിച്ച് വളരെ ഡിമോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്. റീഡിംഗ് റൂമിലേക്ക് പോകുന്നു, അവിടെ ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളതല്ലാതെ വേറൊന്നും ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇഗ്നൈറ്റിലെ എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്തും ഞാൻ വളരെ താങ്ക്ഫുൾ ആണ്. അവരുടെ ഗൈഡൻസ് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഫീറ്റ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഹായ്, ഞാൻ അഭിരാമി, ഇഗ്നൈറ്റിലെ സ്റ്റുഡൻ്റാണ്. ഈ വർഷത്തെ SSCയിൽ എനിക്ക് ഓഫീസ് സൂപ്രണ്ട് പോസ്റ്റ് അലോട്ട് ആയിട്ടുണ്ട് ആൻഡ് ഐ എം വെരി ഹാപ്പി. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ എഫേർട്ടിനുള്ള റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. മോസ്റ്റ് ഓഫ് ഓൾ യു വിൽ ബി ഹാപ്പി. ഹാപ്പി, കണ്ടന്റ്, റിലാക്സ്ഡ്. ഞാൻ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളാണ്. എനിക്ക് PhD ചെയ്യണം എന്നായിരുന്നു ആസ്പിറേഷൻ. പക്ഷേ വീട്ടിൽ നിന്ന് ഒരു ജോബിന് ശേഷം PhD നോക്കിയാൽ പോരെ എന്നിങ്ങനെ ഒരു സജഷൻ വന്നപ്പോൾ ഒരു റിസർച്ച് നടത്തി ഏത് ഫീൽഡിലേക്ക് നോക്കണം, എന്ത് ജോബ് നോക്കണം എന്നുള്ള ഇതിലാണ് ഞാൻ SSC ചൂസ് ചെയ്യുന്നത്. SSC ചൂസ് ചെയ്തു. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നെനിക്ക് മനസ്സിലായിരുന്നു. അപ്പം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് അന്വേഷിച്ചപ്പോൾ SSCക്ക് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഗ്നൈറ്റ് ആണ് എന്നറിയുകയും പിന്നെ അവിടെ പഠിച്ച കുട്ടികളോട് സംസാരിച്ചിരുന്നു. എല്ലാവരും അത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയി സജസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് SSC ഇഗ്നൈറ്റിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ദൈവത്തിനോട് നന്ദി പറയുന്നു. ആ പേരിനൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ് എൻ്റെ അമ്മായി, അമ്മാവൻ. അവരാണ് എൻ്റെ ഗാർഡിയൻസ്. അവരാണ് എന്നെ ഗൈഡ് ചെയ്ത് SSCയിലേക്ക് എത്തിക്കുന്നത്. പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ മഞ്ജു ടീച്ചർ, പിന്നെ എൻ്റെ മെൻറ്റേഴ്സ്, കൂടെ ഇന്ന് പഠിച്ച അർജുൻ, ആർച്ച, ഹരിപ്രിയ, പിന്നെ നീ ഓക്കെ ആണോ എന്ന് അന്വേഷിക്കുന്ന എൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ, എക്സ്റ്റെൻഡഡ് ഫാമിലി, ഇവരൊക്കെയാണ് എൻ്റെ സപ്പോർട്ട് സിസ്റ്റം. 1.5 വർഷം നല്ല കഷ്ടപ്പാടായിരുന്നു. പല സമയത്തും എന്നെക്കൊണ്ട് ഇതിന് പറ്റില്ല, ഞാൻ ഐ ആം നോട്ട് ബിൽറ്റ് ഫോർ ദിസ്, അല്ലെങ്കിൽ ഈ പ്രിപ്പറേഷൻ കൊണ്ട് എന്താണ് ഗുണം എന്നൊക്കെ വിചാരിച്ച് വളരെ ഡിമോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്. എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് എൻ്റെ കൂടെ നിന്ന, എനിക്ക് വളരെയധികം സപ്പോർട്ടായിട്ട് നിന്ന വളരെ ചുരുക്കം ചെറിയ മനുഷ്യരുണ്ട്. അവർ കാരണമാണ് ഈ ഒരു 1.5 വർഷം ഞാൻ സർവൈവ് ചെയ്തത്. പിന്നെ എൻ്റെ ചേച്ചി പറയുന്നത് ഞാൻ റീഡിംഗ് റൂമിൽ ക്യാമ്പ് ഔട്ട് ചെയ്തിരുന്നു എന്നാണ്. ആക്ച്വലി അങ്ങനെയായിരുന്നു. ഈ ഒരു 1.5 വർഷത്തിൽ ഫുൾ ടൈം റീഡിംഗ് റൂമിലാണ്. റീഡിംഗ് റൂമിലേക്ക് പോകുന്നു, അവിടെ ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളതല്ലാതെ വേറൊന്നും ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ കുറേ നാൾ കൂടി ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്, നീ ഇത്രയൊക്കെ ചെയ്തല്ലേ എന്ന് വിചാരിച്ച് ഒരു സിനിമ ഉണ്ടാലായി. അങ്ങനെ ആണ് മുന്നോട്ട് പോയിരുന്നത്. അപ്പോൾ എന്നിരുന്നാലും ആ ഒരു സ്ട്രഗ്ലിങ് ഫേസിൽ നമുക്ക് ആരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നും ആർക്കൊക്കെയാണ് നമ്മളോട് ഇത്രയും സ്നേഹമുള്ളത് എന്നും മനസ്സിലാക്കാനായിട്ട് പറ്റിയൊരു അവസരമായിരുന്നു. അതിൽ ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ്. അവരോടൊക്കെ ഉള്ള നന്ദി ഇനി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ആ ഒരു ബുക്ക് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പാടായിരുന്നു. അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും എന്നൊക്കെ പ്രീവിയസ്ലി കിട്ടിയ ആൾക്കാരുണ്ട്. അശ്വിൻ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അവരുടെ സജഷൻസ് വെച്ചിട്ടൊക്കെയാണ് ഞാൻ എങ്ങനെ ചെയ്യണം എന്നൊക്കെ മനസ്സിലായത്. സോ ഇത് ആക്ച്വലി ഒരു ഗ്രൂപ്പ് എഫേർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും എന്നെ ഗൈഡ് ചെയ്യുന്ന ആൾക്കാരും എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച ആൾക്കാരും ഒക്കെ കൂടിയുള്ള ഒരു കൂട്ടായ പ്രയത്നം കൊണ്ടാണ് ഈ 1.5 വർഷം ഞാൻ എങ്ങനെയോ അതിജീവിച്ചത്. സമയത്തിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ആദ്യമേ ജോബൊക്കെ ആയിട്ട് കുറച്ച് ഇംബാലൻസ്ഡ് ആയിരുന്നു. പിന്നീട് സെൽഫ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന മെൻറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 11+ hours ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് വരികയും, പിന്നെ സോഷ്യൽ മീഡിയ നല്ല ടൈം കില്ലിംഗ് മെഷീനായിരുന്നു. അപ്പം അതിൻ്റെ ഉപയോഗം നല്ലോണം കുറച്ചു. സ്ക്രീൻ ടൈമൊക്കെ ലിമിറ്റ് ചെയ്ത് ഒരു സീരിയസ് ആസ്പിറൻ്റായി മാറുകയാണ് ചെയ്തത്. SSCയെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ഇനിഷ്യലി ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ വിഷ്ണു സാറിൻ്റെ ഓറിയൻറ്റേഷൻ ക്ലാസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതിൽ നിന്നാണ് എങ്ങനെ ഇത് പഠിക്കണമെന്നും ഓരോ സബ്ജക്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും ഐഡിയ ഉണ്ടാവുന്നത്.
പിന്നീട് ഓരോ സബ്ജക്ട് ക്ലാസ്സസിൽ നിന്നും ഓരോ മെൻറ്റേഴ്സിൻ്റെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഇഗ്നൈറ്റിലെ എല്ലാ ടീച്ചേഴ്സിൻ്റെ അടുത്തും ഞാൻ വളരെ താങ്ക്ഫുൾ ആണ്. അവരുടെ ഗൈഡൻസ് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഫീറ്റ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. വർക്ക് ചെയ്താൽ കിട്ടാത്തതല്ല SSC. നമ്മൾ ഈ ജേർണിയിൽ ഒരുപാട് ഡീമോട്ടിവേറ്റഡ് ആവും, ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, ഒരുപാട് ഫെയിലിയേഴ്സും ഉണ്ടാവും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ എഫേർട്ടിനുള്ള റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. യുവർ പേരൻസ് വിൽ ബി ഹാപ്പി, ദ പീപ്പിൾ അറൗണ്ട് യു വിൽ ബി ഹാപ്പി, ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ യു വിൽ ബി ഹാപ്പി.